ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പും പിന്നെ ഒരു ബ്ലാക്ക് പാൻസും ആണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ മുടിയൊന്ന് അഴിച്ചു. ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് എണ്ണ പോയിട്ടില്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്ത് ഹെയർ സ്റ്റൈൽ കൊടുക്കും. പിന്നീട് ഞാൻ എൻ്റെ ഐബ്രോസ് നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് ഐബ്രോസ് ഫില്ല് ചെയ്തത് ഗായ്സ്. പിന്നീട് നല്ല ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഐബ്രോസ് ഫില്ല് ചെയ്യാറുള്ളത്. പിന്നെ ലാസ്റ്റ് ബ്ലാക്ക് കളറും കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ മിക്സാക്കി ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും, അങ്ങനെ ഓവറായിട്ട് തോന്നും. പിന്നെ അതിനുശേഷം നമുക്ക് കണ്ണെഴുതാം. ഞാൻ ഇന്നൊരു സ്മോക്കി ഐയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഗൈസ്. അങ്ങനെ ജെൽ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണിൻ്റെ എൻ്റെ പോർഷനിൽ നമ്മളിങ്ങനെ തുടങ്ങണം. പിന്നെ നമ്മളത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഭാഗ്യത്തിന് കുളമായില്ല, അല്ലെങ്കിൽ സാധാരണ ഞാൻ ഈ ഒരു സ്മോക്കി ഐ ചെയ്താൽ ഒരു ദിഗംബരൻ ലുക്കായിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് വന്നു. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വാട്ടർ ലൈനിലല്ല, അല്ലാണ്ട് നോർമൽ ആ ഐബ്രോസിൻ്റെ അടിയിലായിട്ടൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം പെട്ടെന്ന് ചെയ്ത് കഴിയും. ഐലൈനറൊക്കെ എഴുതുന്നതിനെക്കാട്ടും സുഖം ഈ ഒരു മെത്തേഡാണ്. കണ്ണിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും. അതിനുശേഷം ഞാൻ എൻ്റെ മുടിയിലേക്ക് കടന്നു. ഇത് എണ്ണയുള്ള കാരണം ഞാൻ എങ്ങനെ കെട്ടും എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ എന്നത്തേക്കുമുള്ള ഹെയർ സ്റ്റൈൽ കിട്ടി. കാരണം ഇത് കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നിന്നോളും. ആ ലോ പോണിറ്റെയിൽ ഇങ്ങനെ എൻ്റെ പാർട്ടീഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും സംഭവം. പിന്നെ ഞാൻ ഈ വാച്ച് എന്തിനാണ് കെട്ടിയേക്കണേന്ന് എനിക്ക് പിന്നീടാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എന്തിനാണ് ഇത് കെട്ടിയത്. കാരണം എനിക്കും വാച്ചിൽ സമയം നോക്കാൻ പറ്റില്ല, കാണുന്നവർക്കും ഞാൻ വാച്ച് കെട്ടിയതായിട്ട് തോന്നില്ല. അതാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രശ്നം. പിന്നെയാണ് ഞാൻ ഒരു കാര്യം മറന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലിപ് കളർ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടുമല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ. അങ്ങനെ ഞാൻ എൻ്റെ ഡാസിലറിൻ്റെ 25 ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ബാക്കിൽ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ദർശിക്കുന്നു. അവൻ പറയുന്നത് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോകും എന്നാണ്. പക്ഷെ എന്നാലൊരു സാറ്റിസ്ഫാക്ഷൻ, അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ലുക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഇയറിങ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. സോ ബൈ.